ഓരോ പെയിൻറ്റിങ് വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ ഇല വരക്കണത് ഭയങ്കര സിമ്പിളാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സ്വന്തമായി ചെയ്തപ്പോഴാണ് അത് അത്ര സിമ്പിൾ അല്ലാന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇന്നത്തെ വിഷയം പെയിൻറ്റിംഗ് ആണ്. ഫസ്റ്റ് തന്നെ ഭയങ്കര ആവേശത്തിൽ പെയിൻറ്റ് അങ്ങോട്ട് എടുത്ത് അടിച്ചപ്പോഴത്തേക്കും വെള്ളം കുറച്ച് കൂടിപ്പോയി. ഇങ്ങനെ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആളുകൾ എന്തുകൊണ്ടാണ് സൈഡിൽ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിക്കുന്നതെന്ന്. പക്ഷേ ഞാൻ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിക്കുമ്പോണ്ടല്ല, ഞാൻ മാസ്കിംഗ് ടേപ്പ് ഇങ്ങനെ പറിച്ചെടുക്കുമ്പോഴത്തേക്കും പേപ്പർ കൂടെ ഇങ്ങനെ പറഞ്ഞു വരും. അതുകൊണ്ടിട്ടാണ് ഞാൻ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിക്കാത്തത്. പക്ഷേ എല്ലാ വീഡിയോസിലും ഞാൻ കാണാറുണ്ട് അവരിങ്ങനെ മാസ്കിംഗ് ടേപ്പ് ഒക്കെ ഉപയോഗിച്ച് പെയിന്റ് ചെയ്യണം. ശരിക്കും മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ പെയിന്റ് ചെയ്തു പോകാം. അതായത് ഇങ്ങനെ ബോർഡറിനെ പറ്റി ചിന്തിക്കണ്ടല്ലോ, നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ള അങ്ങനെ പെയിന്റ് അടിച്ച് വിട്ട് ലാസ്റ്റ് മാസ്കിംഗ് ടേപ്പ് അങ്ങനെ കീറി കളയുമ്പോഴത്തേക്കും നമ്മുടെ ബോർഡറൊക്കെ നല്ല സെറ്റ് ആയിട്ടിരിക്കും. ഇന്നാണെങ്കിൽ ഇവിടെ നല്ല മഴയായിരുന്നു. മഴയെന്ന് പറഞ്ഞാൽ മഴ മാത്രമല്ല, ഇടിവെട്ട്, മിന്നല്, കാറ്റ് ഇവയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഈ ഒരു പെയിന്റിങ് ചെയ്യാനുള്ള ഐഡിയ വന്നത്. പക്ഷേ ഈ ഇലകൾ എന്നെ ചതിച്ചു. പിന്നെ എങ്ങനെയൊക്കെ അതിനെ ഫില്ല് ചെയ്ത് ഏകദേശം ഒരു ഇലയാണെന്ന് തോന്നുന്ന വിധത്തിലാക്കി എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 17 മിനിറ്റിന്റെ ലോങ് വീഡിയോ ആണ്. ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്ത വ്യൂസ് കുറവായിരിക്കും എന്നുള്ള കാരണത്താൽ ഞാൻ ഈ 17 മിനിറ്റ് വെട്ടിച്ചുരുക്കി 1 മിനിറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട.